Hey guys, welcome back to Vandi Malayalam and welcome to another episode of Safety Sunday. സേഫ്റ്റി സെൻ്ററിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കോഡയുടെ ടൂറൻസ് എന്ന് പറയുന്ന ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ്. ഏകദേശം 5250 രൂപ പ്രൈസ് വരുന്ന ഈ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റിൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ്സ് എങ്ങനെയാണ്, ഇതെങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഫുൾ റിവ്യൂ വീഡിയോ അല്ല, ഒരു റൈഡിംഗ് ഗിയർ നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ്. അതിൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷനാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിതിനെ ഒരിക്കലും ഒരു റിവ്യൂ, ഒരു പ്രോപ്പർ റിവ്യൂ ആയിട്ട് കാണേണ്ടതില്ല. ആക്ച്വലി നമുക്കൊരു ടൂറിംഗ് പർപ്പസിന് വരുന്ന ഹെൽമെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈനേഴ്സൊക്കെ തന്നെ കുറച്ചുകൂടെ ടൂറിംഗ് ഫിറ്റ് അല്ലെങ്കിൽ ടൂറിംഗ് കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലൈനേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആൻറ്റി അലർജറ്റിക് ആൻഡ് റിമൂവബിൾ ആൻഡ് വാഷബിൾ ആയിട്ടുള്ള ഇന്നർ പാഡിങ്സ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു നെക്ക് ഏരിയയിൽ വരുന്ന പോർഷനിൽ നമുക്കിവിടെ റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. സോ രാത്രി കാലങ്ങൾ നമ്മൾ ഓടിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മുടെ ഹെൽമെറ്റിൽ വെട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റിഫ്ലക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ വിസിബിലിറ്റി പോസിബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ചിൻ കട്ടൻ അവൈലബിൾ ആണ്. അതുപോലെ ഇതിനകത്ത് നമുക്ക് സ്പീക്കേഴ്സ് വെക്കാനുള്ള പോക്കറ്റിംഗ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർകോംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇൻ്റർകോമിൻ്റെ സ്പീക്കേഴ്സ് ഒക്കെ തന്നെ ഇതിൽ പ്ലേസ് ചെയ്യാം. അത് നമ്മുടെ ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിയിലേക്ക് അമർന്നിട്ട് അങ്ങനെ ഡിസ്കംഫർട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നതല്ല. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം രീതിക്കുള്ള പാഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് വെക്കുമ്പോഴാണെങ്കിലും നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ഫീൽ വരുന്നുണ്ട്. റേസിംഗ് ഹെൽമെറ്റിനെ പോലെ അത്ര ഒരു വലിയ സ്നഗ് ഫിറ്റ് അല്ല വരുന്നത്. നിങ്ങളുടെ പ്രോപ്പർ സൈസ് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ഫിറ്റായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു പാഡിങ്സിൻ്റെ ഡിസൈൻ കോഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് എക്സ്റ്റേണൽ ഷെല്ലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈ ഇമ്പാക്ട് റെസിസ്റ്റൻറ്റ് തെർമോപ്ലാസ്റ്റിക് അല്ലെന്നുണ്ടെങ്കിൽ പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഷെല്ലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ ISI ആൻഡ് ECE സർട്ടിഫിക്കേഷൻ ഉണ്ട്. ECE സർട്ടിഫിക്കേഷൻ്റെ എടുത്ത് പറയേണ്ടതാണ്, ഇത് 22.06 റേറ്റഡ് ആയിട്ടുള്ള ECE സർട്ടിഫിക്കേഷനാണ്. ECE സർട്ടിഫിക്കേഷൻ തന്നെ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ആണ് ഈ വരുന്ന R22.06 എന്ന് പറയുന്നത്. അതപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൽ കാണാൻ കിട്ടും. അതേപോലെ തന്നെ ബാക്കിൽ ഒരു സ്പോയിലർ ഉണ്ട്. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോളി കാർബണേറ്റ് വൈസർ വന്നിട്ടുണ്ട്. അത് ക്വിക്ക് റിലീസ് മെക്കാനിസത്തോടെയാണ് വന്നിരിക്കുന്നത്. പോരാത്തതിനകത്ത് ഒരു UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇന്നർ സൺ വൈസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് നോസ് വിൻഡ് ഡിഫ്ലക്ടർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് മെക്കാനിസം എന്ന് പറയുന്നത് ഡബിൾ ഡിയറിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രാക്ക് യൂസിനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 grams ആണ് വെയിറ്റ് വരുന്നത്. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോഴാണെങ്കിലും വെക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബാലൻസ്ഡ് ഫീൽ തന്നെ ഈ ഒരു ഹെൽമെറ്റ് ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇനി വെന്റിലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിൽ 2 വരുന്നുണ്ട്, ഈ ഒരു ചിൻ ഏരിയയിൽ 1 വരുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാവുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. എക്സോസ്റ്റ് നമുക്ക് ഈ ഒരു സ്പോയിലറിൻ്റെ താഴെയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഇരിക്കുന്നത് ഫുൾ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. ഇതല്ലാണ്ട് തന്നെ ഗ്രാഫിക്സ് ഓപ്ഷൻസിലും ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് കോഡയുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വളരെ മിനിമലായിട്ട് കൊടുത്തിട്ടുണ്ട്. 2.2 mm തിക്നെസ് ഉള്ള പോളി കാർബണേറ്റ് വൈസറാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് അഡ്ജസ്റ്റബിലിറ്റി ഇതിൽ വരുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് സ്മോക്ഡ് വൈസേഴ്സും ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിൻലോക്ക് 70 റെഡി ആയിട്ടുള്ള മൗണ്ടിങ് പോയിൻറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. സോ പിൻലോക്കും നമുക്കിതിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഓവറോൾ ആയിട്ട് ഈ ഒരു ഹെൽമെറ്റിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. 5250 രൂപയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങളൊരു ടൂറിംഗ് ഫിറ്റ് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ കാണുന്ന കോഡ ടൂറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെൽമെറ്റിന് വേണ്ടി നിങ്ങൾ 5000 rupees ആണ് ബഡ്ജറ്റ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 250 രൂപയും കൂടെ നിങ്ങൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെൽമെറ്റ് നല്ലൊരു ഓപ്ഷൻ തന്നെ ഞാൻ പറയാം. കാരണം നിങ്ങൾക്ക് പ്രീമിയം ഹെൽമെറ്റിൽ വേണ്ട ഫീച്ചേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് അത്യാവശ്യം ബെറ്റർ ആണ്. പിന്നീട് ഇത് ഫുൾ ബ്ലാക്ക് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം, അതിൽ റീച്ച് ഔട്ട് ചെയ്യാം. എന്തായാലും ഹെൽമെറ്റ് നോക്കി നടക്കുന്ന നിങ്ങളുടെ ചങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പല റൈഡിംഗ് ഗിയേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പുതിയ വീഡിയോകളിലൂടെ നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റൈഡിംഗ് ഗിയറുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.